വലിയ നൊയമ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ നൊയമ്പിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ ഒരു കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഈ ശിഷ്യന്മാരുടെ എല്ലാം കാല് കഴുകുന്നു. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകും, നിങ്ങളിൽ ചെറിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ വലിയവനാകും. ജീസസ് ക്രൈസ്റ്റ് വളരെ മാനസിക സംഘർഷം അനുഭവിച്ച ദിവസം കൂടിയാണ് ഈ പെസഹ വ്യാഴാഴ്ച. കാരണം അപ്പം അത് കുഞ്ഞുകളികളും കുട്ടികളികൾക്കും പറ്റിയതല്ല. ഓരോ വീടുകളിലും ഇത് ഉണ്ടാക്കുന്നത് അവരവരുടെ തലമുറകൾ പറഞ്ഞു തന്ന അറിവുകൾ വെച്ചിട്ടാണ്. അമ്മയുടെ ഒക്കെ ചെറുപ്പകാലത്തില് അമ്മയുടെ അപ്പച്ചനായിരുന്നോ ഇതൊക്കെ പകർന്നു തന്നത് എല്ലാവരും? അങ്ങനെ ഉണ്ടല്ലേ? ക്രിസ്ത്യൻസിൻ്റെ വലിയ നൊയമ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവസാന ഭാഗം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കുരിശുമരണവും ക്രൂശാരോഹണവും ഉയർപ്പും ചേർന്ന് വരുന്ന അവസാന ഭാഗം. ലോകത്തെമ്പാടുമുള്ള എല്ലാ ക്രിസ്ത്യൻസിൻ്റെയും ഒരു പ്രധാന അവരുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് ഈ നൊയമ്പിൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച, അതായത് നാളെ ദുഃഖവെള്ളിയാഴ്ചയുടെ തലേ ദിവസമായ ഈ വ്യാഴാഴ്ച പെസഹ വ്യാഴാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. ജീസസ് ക്രൈസ്റ്റ് മർക്കോസിൻ്റെ മാളികയിൽ രാത്രി ശിഷ്യന്മാരായിട്ട് ഒത്തുകൂടുകയും അവിടെ വെച്ച് പല നിർണായകമായ ഉപദേശങ്ങളും ഉപമകളും അവരെ പറഞ്ഞു കേൾപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഒരു കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഈ ശിഷ്യന്മാരുടെ എല്ലാം കാല് കഴുകുന്നു. കാല് കഴുകി തൂവാല കൊണ്ട് അത് തുടച്ച് ആ കാലിനെ ചുംബിക്കുന്നു. എന്നിട്ടൊരു ഉപദേശവും പറയുന്നുണ്ട്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ചെറിയവനാകും, നിങ്ങളിൽ ചെറിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ വലിയവനാകും. ജീസസ് ക്രൈസ്റ്റ് വളരെ സംഘർഷമായ മാനസിക സംഘർഷം അനുഭവിച്ച ദിവസം കൂടിയാണ് ഈ പെസഹ വ്യാഴാഴ്ച. കാരണം ജീസസ് ക്രൈസ്റ്റിന് അറിയാമായിരുന്നു പടയാളികൾ രാത്രി തന്നെ അദ്ദേഹത്തെ പിടിക്കുമെന്നും പിറ്റേ ദിവസം കുരിശിൽ തൂക്കുമെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ മാനസിക സംഘർഷവും അനുഭവിക്കുന്ന ഒരു ദിവസമായിരുന്നു ഈ പെസഹ വ്യാഴാഴ്ച. ഈ ദിവസം കാലുകഴുകലും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നു ജീസസ് ക്രൈസ്റ്റും 12 ശിഷ്യന്മാരും കൂടി. അതിലപ്പം എടുത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ഭാഗിച്ച് നുറുക്കി അവർക്കെല്ലാവർക്കും കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു. പിന്നീട് വൈൻ അത് പകർന്ന് എല്ലാവർക്കും കൊടുക്കുന്നു. കൊടുത്തിട്ട് പറയുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. എന്നിട്ടൊരു ഉപദേശവും പറയുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പം പിന്നീട് പല സംഭവങ്ങളും ദുഃഖവെള്ളിയാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് പെസഹ വ്യാഴാഴ്ചയുടെ ഈ ദിവസം മാത്രമേ ഉള്ളൂ നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അപ്പത്തിന് പകരം നമ്മളും അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉഴുന്ന് ചേർന്ന ഒരപ്പമാണ്. വൈനിന് പകരം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പാലാണ്, ശർക്കരയും തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുള്ള പാൽ. അപ്പോൾ ഗൃഹനാഥൻ്റെ സാന്നിധ്യത്തിൽ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് മുറിച്ച് കഴിക്കണമെന്നാണ് നമ്മുടെ ഒരു ചിട്ട, ക്രിസ്ത്യൻസിൻ്റെ ഒരു ആചാരം. അപ്പോൾ അതിനായിട്ട് കുരിശിൻ്റെ രൂപം വെച്ചിട്ടുള്ള ഒരപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെയും അപ്പം ഉണ്ട്.
അപ്പോൾ ഇത് ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഉഴുന്ന് ചേർന്ന സ്വല്പം കട്ടിയായിട്ടുള്ള ഒരു അപ്പമാണ്. അത്ര ആസ്വാദികരമായി പാലപ്പം വട്ടയപ്പം പോലെയൊക്കെ ആസ്വാദികരമാകണമെന്നില്ല. പക്ഷേ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ അതിൻ്റെ പരിശുദ്ധിയോടും ആദരവോടും കൂടി തന്നെ നമ്മളത് മുറിച്ച് കഴിക്കുക. ഇത് ജീസസ് ക്രൈസ്റ്റ് പെസഹ വ്യാഴാഴ്ച ശിഷ്യന്മാരോടൊത്ത് കഴിച്ച അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രതീകം കൂടിയാണ് എന്നുള്ള ഒരു ധാരണയോടുകൂടി. അപ്പോൾ ഇനി നമുക്ക് അപ്പം മുറിച്ച് കഴിക്കാം. കുരിശ് ആദ്യം എടുത്ത് മാറ്റുകയാണ്. കാരണം കുരിശ് ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും ആദരവുള്ള ഒരു ചിഹ്നമാണ്. അപ്പോൾ അത് കുഞ്ഞുകളികളും കുട്ടികളികൾക്കും പറ്റിയതല്ല. അതുകൊണ്ട് അത് ആദ്യമായിട്ട് നമ്മൾ ആദരപൂർവ്വം എടുത്ത് മാറ്റി വയ്ക്കുന്നു. സ്പൂണിങ് നമുക്ക് അപ്പം മുറിക്കാം. പെസഹായാൽ പെസഹാടിനെ നീ കിയമശിഹാമോദി പിച്ചരുളുക കൃപ നിൻ പെസഹായാൽ. കണ്ടു നോക്കണം കേട്ടോ. ചെയ്തത് ചുടുവല്ലാട്ടോ ചെയ്തത്. അതെ 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 അതെ. ചിലപ്പോ നമ്മൾ ചുടാറുണ്ട്, പക്ഷെ ഈ വർഷം നമ്മള് പുഴുങ്ങുവാണ് ചെയ്തത്. ചുടുന്നതിൻ്റെ പോലെ തന്നെ ചുവന്നുള്ളിയും വേപ്പിലയും വഴറ്റി ഇട്ടേച്ചാണ് ആ മാവിൽ കുഴച്ചാണ് പുഴുങ്ങിയെടുത്തത്. ചുടുമ്പോഴാണ് അങ്ങനെ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ചുടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ രീതിയിൽ ചെയ്ത് മിക്സ് ചെയ്തേച്ചാണ് പുഴുങ്ങിയെടുത്തേക്കണം. അത്രയോ വ്യത്യാസമുള്ളൂ കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് നമുക്ക് ഈ അപ്പം ഉണ്ടാക്കണ രീതി. അപ്പോ അതിന് ഒരുപാട് പ്രത്യേകതകളും ഉണ്ടാവും. നമ്മുടെ ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ ഇതനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഉഴുന്ന് വറുത്ത ഉള്ള അപ്പാണ് എടുക്കണം. പുളിക്കാത്ത അപ്പം എന്നാണ് നമ്മൾ പറയണേ കേട്ടോ. അതിന് നമ്മുടെ ഇതനുസരിച്ച് പലർക്കും നീ പറഞ്ഞ പോലെ പല രീതിയിലുള്ള ഇതാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ. പിന്നെ ഓരോ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഓരോ രീതിയിൽ ഉണ്ടാക്കണവരും ഉണ്ടാകും കേട്ടോ. എനിക്ക് അധികം പറയാനൊന്നും അറിയില്ല. ഓരോ വീടുകളിലും ഇത് ഉണ്ടാക്കുന്നത് അവരവരുടെ തലമുറകൾ പറഞ്ഞു തന്ന അറിവുകൾ വെച്ചിട്ടാണ് മാത്രം. അപ്പൊ നമുക്ക് അതല്ലേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം തന്നെ ഒന്ന് തിന്നറിയാം. അത്ര കടുപ്പൊന്നുമില്ല അപ്പത്തിന്. ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. അമ്മ കഴിച്ചു തുടങ്ങിക്കോ. ഓരോരുത്തർക്ക് ഭാഗിച്ചു വെക്കണതാ. ഓ അങ്ങനെയാണ്. പെസക തോന്നും പോലെ എടുക്കുമല്ലോ. അമ്മയുടെ ഒക്കെ ചെറുപ്പകാലത്തില് അമ്മയുടെ അപ്പച്ചനായിരുന്നോ ഇതൊക്കെ പകർന്നു തന്നിരുന്നേ? അതെ. ഇതുപോലെ വട്ടം ചുറ്റി ഇരിക്കുവോ എല്ലാവരും ടേബിളില്? ഇരുന്ന് മുറിച്ച് ഇത് ഒഴിക്കും. ഒഴിച്ചു കഴിഞ്ഞിട്ടില്ലേ കൊറേ അധികം പാല് ഞങ്ങളങ്ങ് ഊരി ഒഴിക്കും. ഇച്ചിരി ഒഴിച്ചാലൊന്നും പോരാ. ഒഴിച്ചു വെച്ച് അങ്ങ് കഴിക്കും. അതെ. ഇനി അത് കഴിക്കാം. കുരിശപ്പ അങ്ങനെ മുറിച്ചു. അതെ 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 അതെ. ഒരപ്പാണോ നമ്മൾ കുരിശിട്ട് ചുടുക? ഒരപ്പ ചുടാവുള്ളൂ. അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ സാധാരണ രീതിയിലുള്ള. ഓ പിന്നെ ഞാൻ ഈ പഴം കൊണ്ട് വെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവസരത്തിൽ ഇവിടെ ഒരു ആവശ്യത്തിന് പോയേച്ച് എൻ്റെ മൂത്തി അമ്മായിയുടെ ചാച്ചനും ഇവിടുത്തെ ഇളയ ചേട്ടനും കൂടെ ഇതിലെ എന്നെ ഇറക്കാനായിട്ട് വന്നു. എനിക്ക് പെസഹായുടെ ദിവസം ഒരാവശ്യത്തിന് ഒരു സ്ഥലത്ത് പോകേണ്ടി വന്നു. കഴിച്ചു ഞാൻ പറഞ്ഞോളാം. അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഞാനത് എമർജൻസി ആയിട്ടൊരു സംഗതി ഉണ്ടായിപ്പോയത്. അപ്പം ഞാനും കൂടെയാണ് പോയത്. ഞാൻ അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. ഇപ്പം പെസക ഉണ്ടാക്കി വെച്ചാ പോയത്. തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൊണ്ടേ ഇറക്കാം. അവർ കാരണമായിരുന്നു ഇവിടെ കൊണ്ടേ ഇറക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം പെസക കൊടുക്കാമല്ലോ, ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഒരു മരണം സംബന്ധിച്ച് ഇതിന് പോയതാണെങ്കിൽ പോലും തിരിച്ചു വന്നപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ചാച്ചൻ ചോദിച്ചു എന്നോട് പഴയ ഇരിപ്പുണ്ടോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പഴയ ഇരിപ്പുണ്ട്, ചെറുപഴ എന്ന് പറഞ്ഞു. ഞാലിപ്പോൻ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം എന്നാന്നറിയാമോ, വെട്ടിക്കാട്ടുമെങ്കിൽ അയച്ചാച്ചൻ ഈ പാല് നമ്മളെ കുറുക്കിയ പാല് ഒരു ബൗളിലേക്ക് എടുത്തേച്ച് അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് പഴം അരിഞ്ഞിട്ട് കഴിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ കഴിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് കരുതി ഞാലിപ്പൂവൻ തന്നെയാണ് നമ്മുടെ
എടുത്ത് വെച്ചതാണ്. പക്ഷെ അത് നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇച്ചാച്ചനാന്ന് പറഞ്ഞാണ് ഞാനങ്ങനെ മനസ്സിലാക്കി. അന്ന് നമ്മള് കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത് നിർബന്ധപൂർവ്വം കഴിപ്പിച്ചതാ, ഒന്ന് കഴിക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കണത്. അപ്പൊ അമ്മ ഇനി കഴിച്ചു തുടങ്ങിക്കോ, ഞാനും കഴിച്ചു തുടങ്ങാം. നന്നായിട്ട് അറിയാം. അതിപ്പോ ചെറുതലമുറ അത് ഫോളോ ചെയ്യണ്ടല്ലോ അവിടത്തെ പിള്ളേരെ. അതെ അതെ, പള്ളിയും പരിപാടിയായിട്ടുള്ള നല്ല അപ്പം. ഞാൻ ചുട്ടയച്ച് ഞാൻ തന്നെ പറയുക നല്ല അപ്പം. അപ്പത്തെ പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. അപ്പം എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നത് പോലെ തന്നെ നല്ലതാണ്. കുറവുകളൊന്നുമില്ല. പിന്നെ നമ്മൾ മറ്റപ്പങ്ങൾ പോലെ സോഫ്റ്റ് അല്ല, അത്രയ്ക്ക് സോഫ്റ്റ് അല്ല, ഹൃദ്യമല്ല. കാരണം ഇതിന്റെ ടേസ്റ്റ് എൻ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ്. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഒരു ആചാരത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിന്റെ രുചിയും കാര്യങ്ങളും ഒന്നും അതിന് ബാധകമല്ല. നമ്മളത് വളരെ ആദരപൂർവ്വം ആ ഒരു ആചാരത്തെ അനുഷ്ഠിക്കുക. രുചിക്കല്ല ഇവിടെ ഇമ്പോർട്ടൻസ് അല്ല, ഒരിക്കലും അല്ല. ഇത് ചാച്ചൻ പറഞ്ഞ പോലെ തന്നെ നല്ല സാധനമാണ്. ഞാൻ അന്ന് തന്നെ കഴിച്ചു, ചാച്ചന്റെ മുമ്പിൽ വെച്ചേനെ കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് ഇവിടെ ഇരുന്നത് പോലെ. വളരെ നല്ലതാന്ന് പറഞ്ഞു. നന്നായിരിക്കുന്നു. ഓക്കെ, അപ്പം ഞങ്ങളെല്ലാവരും ഇത് കഴിക്കട്ടെ. നിങ്ങളുടെയും വീടുകളിൽ, ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരുടെ വീടുകളിൽ ഇത്തരത്തിലുള്ളതായ അപ്പവും പാലും എല്ലാവരും കഴിക്കുന്നുണ്ടാകുമെന്ന് ഞങ്ങൾ ഓർക്കുന്നു. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും പെസഹ വ്യാഴാഴ്ചയുടെയും പ്രത്യേകമായ ആശംസ. ഓൾ ദി ബെസ്റ്റ്. അപ്പം തന്നെ തിന്നാലും നല്ലതാണ്, വളരെ നല്ല. എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. അപ്പം സോഫ്റ്റ് അല്ലാന്നൊക്കെ അമ്മ പറഞ്ഞെങ്കിലും ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് രണ്ട് കാരണമുണ്ട്. തേങ്ങ നന്നായിട്ട് ചേർക്കാം. ഒന്ന്. രണ്ട്, നമ്മള് വറുത്ത പൊടി. പിന്നെ നമ്മൾ അപ്പത്തിന്റെ സ്വല്പം പൊടിയും കൂടെ ചേർത്ത് കാണിച്ചിട്ടില്ലേ വീഡിയോയിൽ എങ്ങനെയാ ചേർത്തേക്കണം നമ്മുടെ മിക്സിങ്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടിയപ്പോ കുറച്ച് വ്യത്യാസമുണ്ട്. പച്ചപ്പൊടിയിൽ നല്ലത് വറുത്ത പൊടി തന്നെയാണ്. പിന്നെ തേങ്ങ നന്നായിട്ടിട്ടാ കുറച്ചൊരു ഇത് കിട്ടും, എന്താ സോഫ്റ്റ്നെസ്. അത് ശരി. എന്താണെന്ന് വെച്ചാൽ പുളിക്കാത്ത അപ്പായതുകൊണ്ട് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിരിക്കുമല്ലോ ഒരിക്കലും. അതാണ് വ്യത്യാസം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചുട്ടെടുക്കുന്ന സൂപ്പർ അപ്പമുണ്ട്. അത് നല്ല പ്രയാസം എടുത്തോ. ഇനിയിപ്പോ എന്തായാലും ഇത് ഇന്നത്തേക്ക് തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. പിന്നെ നാളെ ഇത് കഴിക്കണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ കഴിഞ്ഞു, കബറടക്കം എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം ഇതെടുക്കാവുള്ളൂ നമ്മൾ. അങ്ങനെ ഉണ്ടല്ലേ. നാളെ ജീസസ് ക്രൈസ്റ്റിന് ക്രൂശി തറയ്ക്കുമല്ലേ. അപ്പൊ കബറടക്ക ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം മാത്രമേ അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ പെസഹായും കഴിയുകയാണ്. എല്ലാവരും പെസഹ അപ്പവും പാലും ഒക്കെ ഉണ്ടാക്കി കഴിച്ചു എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. പലരും പറഞ്ഞിരുന്നു നമ്മൾ പെസഹ കഴിക്കുന്ന വീഡിയോ കൂടി പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്തതാണ് കേട്ടോ. പാത്രങ്ങൾ കയറണമെങ്കിൽ ചെറുതാകുന്നു.